ഏട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? മറ്റേ സലീം കുമാറിന്റെ ചുണ്ട് പോലെയല്ലേ, അല്ല കൊച്ചിനെ അരീഫയുടെ ചുണ്ട് പോലെ ചോന്നിരിക്കുന്നുണ്ട്. എന്താ കൈ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ട്. അതാ അപ്പൊ നമ്മളെങ്ങനെ പോണ്? നമ്മളിന്ന് യാത്ര പോവാണ്. എന്താന്നൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. അതാണ് നല്ലത്. അതാണ് നല്ലത്. അപ്പൊ ഇവിടെ ഒരു ബാഗ്, ഇവിടെ ബാഗ്, ഇവിടെ വേറെ ബാഗ്. ഞാൻ ഫ്രീ ആട്ടാ. ഫിനലൊക്കെ പോവാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായ കാര്യമാട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാരോയുടെ സുപ്രീം ഹൈ പ്രഷർ വാഷാണ്. ഇതിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറഞ്ഞുതരാം. 3 മീറ്റർ ഇൻലെറ്റ് ഓസ്, 8 മീറ്റർ ഔട്ട്ലെറ്റ് ഓസ്, ഫോം ബോർഡിൽ, എക്സ്റ്റൻഷൻ റാഡ്, സ്പ്രേ ഗണ്ണ്, നോസിൽ, ഇൻലെറ്റ് കണക്ടർ, ടാപ്പ് കണക്ടർ, ഇൻലെറ്റ് ഫിൽറ്റർ, ബക്കറ്റ് ഫിൽറ്റർ, ഇത്ര ഐറ്റംസ് ആട്ടെ ഇതിലുണ്ടാവുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷം ഞാൻ പറഞ്ഞുതരാം. മൾട്ടിപർപ്പസാണ് ഈ ഒരു ഐറ്റം. കാറായാലും നിലമായാലും ചുമരായാലും ചളി എവിടെയുണ്ടോ ഒക്കെ ക്ലീൻ ചെയ്യാം. മെനുവിൻ്റെ ഒരു ഭാഗത്ത് ഇൻലെറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ഇൻലെറ്റ് കണക്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൈപ്പ് കണക്ട് ചെയ്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൂടെയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ മെനുവിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഹോഴ്സാണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് കയറ്റി കൊടുക്കുക, നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വലിയ ടെൻഷനോ കാര്യങ്ങളോ തന്നെ വേണ്ട. അതുപോലെ 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് സ്പ്രേ ഗണ്ണ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സ്പ്രേ ഗണ്ണിൽ നോസിൽ നമുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അത് അടിപൊളിയാണ്. വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് അതവിടെ നിന്നോളും. നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ വേണ്ട. അതുപോലെയുള്ളതാണ് അടുത്തത് ഫോം ബോട്ടിൽ. 350 ml ആണ് ഫോം ബോട്ടിൽ വരുന്നത്. അത് കാരണം കാറും അടിപൊളിയായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ബക്കറ്റ് ഫിൽറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ടാപ്പിൻ്റെ കണക്ടർ ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. ഞാൻ ബക്കറ്റിലാണ് വെക്കുന്നത്, കാരണം പൈപ്പ് കുറച്ച് ദൂരെ ആയതിനാണ് ഞാൻ ഇതാക്കിയത്. അതുപോലെ 1800 വാട്ട്സ് മോട്ടറാണ് ഇതിൽ വരുന്നത്. ഫ്ലോ റേറ്റ് വരുന്നത് 6.5 ലിറ്റർ പെർ മിനിറ്റ് ആട്ടോ. മാക്സിമം പ്രഷർ 120 ബട്ട്സാണ് വരുന്നത്. അത് കാരണം ക്വിക്ക് വാഷ് അടിപൊളിയായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. കാറാണ് ഞാൻ ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർ വാഷ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ മടിയനാണ്, ഞാൻ കാർ അധികം ഒന്നും വാഷ് ചെയ്യാറില്ല. അപ്പോൾ ഫോം വെച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് ഞാൻ കുട്ടപ്പനാക്കാണ്. അപ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട്, അത് എവിടെ ചളി ഉണ്ടെങ്കിലും ഒരു വിഷയവുമില്ല. ഈ ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് വാടക വീടായ കാരണം നിലത്തൊന്നും അധികം എനിക്ക് പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ കാറിൻ്റെ മുകളിലൊന്ന് ചെയ്തു. അതുപോലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കുറേ ചളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു ഐറ്റം കണ്ടില്ലേ, നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിലെ പായലും കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും പൊന്നിരുന്നിട്ട് എപ്പോഴും ഈ ഉരച്ച് കഴുകലായിരുന്നു പതിവ്. ആ ഒരു കാര്യമൊക്കെ മാറി ഇതുള്ള കാരണം അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അടിപൊളിയായിട്ടാണ്. എല്ലാവരും വീട്ടിലും വേണമെന്ന് ഞാൻ പറയും. കാരണം ഒരിക്കലും നമുക്കിത് മോശമായിട്ട് വരില്ല. കാരണം നമ്മുടെ വീട്ടിലത്തെ ഫ്രണ്ടിലത്തെ കട്ടയൊക്കെ കഴുകാനായാലും ചുമൻ്റെ മുകളിൽ ഇനി മഴക്കാലം കാര്യങ്ങളൊക്കെ വരാൻ പോണത്, ചളി എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് വരണേന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കട്ടെ. എനിക്ക് ഭയങ്കര പണികളാണ്. ഞാൻ ഒന്നിൽ വെളുപ്പിച്ചെടുക്കും ഇതൊക്കെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ 7:15 ഇറങ്ങിണ്ടായിരുന്നല്ലേ, 10:15 എത്തും. നമ്മള് വീട്ടിൽ നിന്ന് 7:15 ഇറങ്ങി. 9:30 നമ്മളിപ്പോ എറണാകുളത്തി, ആലുവയിൽ എത്തിയിട്ടുണ്ട്. എത്തുന്നേരം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും, അതുകൊണ്ട് വീടെടുക്കായില്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, രണ്ടാണ് സുഖനിദ്രയിലായിരുന്നു. ഞാനൊരു 15 മിനിറ്റൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. 9:06 ഉറങ്ങിയിട്ട് 9:26 ഡീസൽ അടിക്കുന്നിട്ടില്ലേ. അപ്പൊ അതിന്റെ മുന്നത്തെ കണക്കുകളൊന്നും ഇതില് പെടില്ലേ. മുന്നേ ഉറങ്ങിയിട്ടില്ലല്ലോ ബാബു. അങ്കമാലിയിൽ എത്ര നേരം നിന്നു? എവിടെയൊക്കെ ഒരു സിറ്റുവേഷൻ പറഞ്ഞേ. അങ്കമാലിയില് നിന്നു, അങ്കമാലിയിൽ വേറെ ബ്ലോക്കില് നിന്നു, പിന്നെ വേറെ ബ്ലോക്കില് നിന്നു. അതന്നെ പറ്റുള്ളൂ. അത് കാത്തുന് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തപ്പോ ഞാൻ കുറച്ച് സീറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഉറങ്ങായിരുന്നില്ല. നീ ഉറങ്ങിയില്ല അല്ലേ? കാത്തുറങ്ങിയത്, കാത്ത് ഇറങ്ങി കാത്തിനോട് അമ്മ
എന്നിട്ടാണ് ഡയലോഗ് കാത്തിരിപ്പ് ഒരു പുതിയ ശീലമുണ്ട്. ആൾക്ക് ഉറങ്ങുമ്പോ ഇങ്ങനെ കൈ ഒരു എവിടെയെങ്കിലും ഒന്ന് ഇട്ടേക്കാണ്. അതായത് ഫ്രണ്ട് ഭയങ്കര ശീലക്കേടെ വരാട്ടാ. കഴിഞ്ഞില്ലേ പുളി പോവായില്ലേ. ഇനി കുറച്ച് ദിവസം നേരത്തെ ചെയ്യുന്ന. പിന്നെ പണ്ടെന്ന് വെച്ചാൽ അവള് 7 മണി 7:30 ആകുമ്പോഴേക്കും നമ്മൾ ആരും വിളിച്ചില്ലെങ്കിലും ഒറ്റയ്ക്കാണ്ട് എഴുന്നേക്കും. വിശക്കുണ്ടെന്ന് അലമ്പുണ്ടാക്കായിരുന്നു. പക്ഷെ പിന്നെ ആൾക്ക് അത് മാറിയിട്ട് നല്ല ഉറക്കപ്രാന്തായി. 9:30 ആകുമ്പോൾ എഴുന്നേക്കും. 9:30-10 മണിക്കൊക്കെയാണ് അവൾ എഴുന്നേക്കുക. അതുകൊണ്ട് നിന്ന് നേരത്തെ എഴുന്നേറ്റിന് ഭയങ്കര ശീലക്കേടായിരുന്നു. നാളെ മുതൽ ഛർദിക്ക വേണ്ടുന്ന കൊണ്ട് വെറുതെ അലമ്പുണ്ടാക്കുമായിരുന്നു വണ്ടിയില്. അവസാനം പിടിച്ചുറക്കിയതാട്ട. പക്ഷെ നാളെ മുതൽ ആള് നേരത്തെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തണം. അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശീലക്കേട്, സ്കൂളിൽ വിട്ടയക്കാനോടത്ത് ശീലക്കേടായിട്ട് അലമ്പത്തി മാറുമുളക അല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പിള്ളേർക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര നേരത്തെ എഴുന്നേക്ക്. സ്കൂളിൽ പോണ ടൈം ആകുമ്പോ നല്ല ഉറക്കപ്രാന്തായിരിക്കും. സത്യ ഇപ്പൊ നമ്മള് കാത്തുമ്പോ ഉറക്കപ്രാന്ത്. പക്ഷെ പകലൊന്നും വേറെ ടൈമിൽ ഉറങ്ങില്ല. രാവിലെ എഴുന്നേക്ക് നല്ലോണം വീഴും. പിന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അങ്ങനെ അപ്പൊ എവിടേക്കാ പോണ എന്താണെന്നൊന്നും ആൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ ഞങ്ങളെ വീട്ടിൽ നിന്നൊന്ന് മാറിക്കുക, ഞങ്ങളൊന്ന് ഫ്രഷ് ആവുന്നുള്ള ഞങ്ങൾ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ ഏട്ടോ. പിന്നെ കാത്തു എന്താവുന്നു മാത്രമാണ് നമുക്കറിയാത്തത്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടെ. ഞങ്ങള് ഭയങ്കര കുറുമ്പത്തിയ. ഞാനല്ല കാത്തു. ആരോ പറയാ കാത്തൊരു ക്യൂട്ട്നെസ് ഇല്ല അത്ര. ഒന്ന് ചിരിച്ചാണ് ചെറുത്തെ ക്യൂട്ട്നെസ്. ഞങ്ങള് വീട്ടിൽ അത്ര ക്യൂട്ട്നെസ് മതി. ഞങ്ങക്ക് ഇപ്പോഴും ചെറുതാ ലേത്തുവാ. ആ പിന്നെ ഈ പെണ്ണ് ഹൈറ്റ് വയ്ക്കും തോന്നണില്ല. ഇത് പെണ്ണാണോ കാത്തു? നീ വലിയ കുട്ടിയാ ചെറിയ കുട്ടിയാ? അല്ലെങ്കിൽ ചെറിയ കുട്ടി തന്നെ പറയാറ്. ഞങ്ങള് കുഞ്ഞു കുട്ടിയാ. ഞങ്ങക്ക് ഇത്ര ഹൈറ്റൊക്കെ വേണ്ട ഇപ്പൊ അല്ലേ അല്ലാത്തോ? വലിയ കുട്ടിയാട്ടാ. വലിയ കുട്ടി നോക്കട്ടെ ചിരിച്ച. അപ്പൊ എന്തെല്ലാം അവിടെ എത്തിട്ട് കാണാം. വായോല വലിയ കുട്ടി വായ വരലുണ്ടോ? അങ്ങനെ നമ്മളെ കാത്തവനെ ഉറക്കം കഴിഞ്ഞ് കാത്തുമ്പോ ഫുൾ പവർ ആയിട്ടുണ്ട്. ആൾക്ക് കറക്റ്റുള്ള ഉറക്കം കഴിഞ്ഞ് നല്ല കുട്ടിയാ. പക്ഷെ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ തന്തേരം വെടക്ക് സ്വഭാവമാണ്. നിനക്ക് രാവിലെ എഴുന്നേറ്റിട്ടെ യാത്ര സ്റ്റാർട്ട് ചെയ്തല്ലേ ആണ്ടുമ്പോ ഇങ്ങനെ വണ്ടി ഓടിക്കണ ശ്രദ്ധിക്കണ്ടോ എത്ര വണ്ടി ഓടിക്കുന്നൊക്കെ ഞാൻ എത്ര കണ്ടെക്കുന്ന. അവന്റെ ഉറക്കം കഴിഞ്ഞ് ഒരു വെയിലൊക്കെ ഒന്നിച്ചപ്പോ നോക്കിയിട്ടാ. ഇതുവരെ അലമ്പായിരുന്നു. അമ്മേനെ എന്താ വിളിക്കുക കാത്തു? എങ്ങനെ എന്നെ വിളിക്കണ്ട? എന്റെ സുന്ദരി മോളവിടെ എത്ര സീരിയൽ അഭിനയിച്ച? ആരാ സീരിയൽ അഭിനയിച്ച? അമ്മ അഭിനയിച്ചില്ല. സുന്ദരൻ അപ്പ സുന്ദരൻ. നമ്മള് പെൺകുട്ടികൾ അപ്പൊ നമ്മള് സുന്ദരികള്. അപ്പൊ ആൺകുട്ടിയാ അപ്പൊ സുന്ദരൻ. അയ്യോ കാത്തുമ്പളെങ്ങടാ പോണ് അറിയോ? എങ്ങോട്ടാ പറഞ്ഞ? ഇല്ല കാത്തൂന് അറിയില്ല കേട്ടോ സത്യത്തില്. കുട്ടിക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ടപ്പോ ചെറിയൊരു പ്ലാനില് വല്ല ട്രിപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് കുട്ടി ഇരിക്കുന്നത്. എന്താന്ന് കുട്ടിക്ക് വലിയ ഐഡിയ ഇല്ല. ട്രിപ്പ് വേണ്ട? വേണ്ട
നമ്മളെ കാത്തുമ്മയ്ക്ക് 3-ാം തീയതി ആട്ടോ ശരിക്കും സ്കൂൾ തുറക്കുക. പക്ഷെ നമ്മൾ അല്ലാട്ടാ അതിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിവിടെ ഒരാൾ അലമ്പാവും. സ്കൂളിൽ നിന്ന് കേട്ട അപ്പ ഭ്രാന്ത. എത്രയാ? യെസ് റൈറ്റ്. അങ്ങനെ ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു നമ്മള് കേരളത്തിൽ ഫ്ലവർ സ്റ്റാൻഡ് പരിപാടിക്ക് വന്ന ഒരു വഴി പോലെ ഉണ്ടല്ലേ, അത് ഇതല്ല അല്ലേ? പക്ഷെ ആ വഴി പോലെ ഉണ്ട്. ഇവിടെ കുൽഫി കടയൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ ഫുഡിന്റെ കടകളാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. എനിക്കല്ല, മെയിനായിട്ട് നമ്മളെ കാത്തുമ്മയ്ക്കാണ്. അവൾക്ക് ഇടക്കിടക്ക് വിശക്കും. രാത്തുവോ നമുക്ക് തന്നെ ഇടക്കിടക്ക് വിശക്കും. അപ്പൊ ഇടക്കിടക്ക് ഫുഡൊക്കെ വേണം. അമ്മ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാൻ പോലും സമയം കൊടുത്തില്ല. അവ ലിഫ്റ്റ് വെച്ചോട്ടാ, അവ ഇവിടേക്കേ ഉള്ളൂന്നൊന്ന് പറയാൻ നിന്നതാ. അപ്പത്തേക്ക് ആ വണ്ടിയുടെ മുകളിൽ കേറി. അപ്പൊ ഇതിന് ഓപ്ഷൻ ഇല്ല, ഇത് മിണ്ടാതിരിക്കാന്നുള്ള. അങ്ങനെ കേറും ആൾക്കാരില്ലേ? അപ്പൊ ഇവിടെ വേറെ ഓട്ടോറിക്ഷ ഒന്നും കിട്ടൂല കേട്ടോ, ഉള്ളു വഴിയില്ല ഇവിടെ നിട്ടാണ്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടാ. ബൈ ബൈ. കണ്ണാ വന്നിണ്ട്. അത് എപ്പോഴാ അറിയോ? വഴി തെറ്റിയിട്ട്. എനിക്ക് നല്ല കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ വഴി. ഈ വഴി ഇത് നമ്മള് വഴി തെറ്റിയിട്ട്. എന്താ മേൽശാന്തിയ? എന്താ മേൽശാന്തി? തേങ്ങട മൂട് എന്തോ എന്താ മേൽശാന്തി? എന്താ മേൽശാന്തി പറയൂ. ഞാനിങ്ങോട്ട് വേറെ വട്ടം വന്നിട്ടുണ്ട്. മതിയത് ഞാൻ കുറച്ചെന്റെ വീഡിയോ എടുക്കാട്ടാ. അപ്പോൾ അതാ ഞങ്ങൾ വന്നത് വേറെ എവിടേക്കല്ല, സമയത്തേക്കാണ്. എനിക്ക് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ്. എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലല്ലോ. അവിടെ വന്നതും കാണാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും റിസോർട്ടിലേക്ക് ട്രിപ്പ് വന്ന ഫീലായിരുന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. ഇതെല്ലാം അടുത്ത സ്റ്റാഫുള്ള കാര്യം പിന്നെ പറയണ്ട, അത്ര അടിപൊളി സ്റ്റാഫുകളും അവർ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഡോക്ടർ വന്ന് സംസാരിച്ച് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ശേഷമായിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയത്. റൂം തുറന്ന് ചെല്ലുന്നത് തന്നെ ചെറിയൊരു ഹോള് പോലെ ഒരു ഏരിയയിലേക്കാണ്. അവിടെ ചെറിയ സെറ്റിയും അതേപോലെ തന്നെ ചെറിയ ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ചെറിയ മേശയുണ്ട്. പിന്നെ അവിടെ ചെറിയ കിച്ചൺ പോലെ ഉണ്ട്, നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനോ ചായ ഉണ്ടാക്കാനൊക്കെയുള്ള ഫുൾ സെറ്റിങ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇതാണ് നമ്മളെ റൂം കാണാൻ മാത്രമേ ഉണ്ടായിരുന്നു. വാഷ്റൂമെല്ലാം കണ്ട് ശരിക്കും ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമാണെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അങ്ങനെ റൂമും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ എത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തുമ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും 11 മണിയുടെ കഞ്ഞും ഒരുമിച്ചാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. പാൽക്കഞ്ഞോട് ഞാൻ 2 വട്ടം സമയത്ത് പോയപ്പോഴും ഞാൻ മുടക്കാതെ കുടിച്ചിട്ട് കഞ്ഞി കേട്ടോ. അപ്പം ഞാൻ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചു വരുമ്പോഴേക്കും നമുക്ക് കുളിക്കാൻ പോകുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ പോയി. പിന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണ് മോളെ അവസ്ഥ? ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഒരു കുളിയും കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കേണ്ട കാര്യം മറന്നു എന്ന് വേണേ പറയാ. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 3 ദിവസം 4 ദിവസമായിട്ട് ഗുളികയുടെ മുകളിലാണ് ഉറക്കം തന്നെ. 3-4 ദിവസം എന്ന് വെച്ചാൽ കറക്റ്റ് എനിക്ക് അന്ന് വയ്യാതെയാണ് തൊട്ട് നീരിറങ്ങിട്ടാ തോന്നുന്നു. ചെവിട്ടിക്ക് വെള്ളം കയറി ഉണ്ടാവും, ചെവിട് പഴുത്തുണ്ടാവും. അതെന്നോടത് ചോദിച്ചു കൂട്ടാ മരുന്ന് വാങ്ങാൻ പോയപ്പോ ചെവി പഴുത്തുണ്ടോ. അപ്പൊ അതാണ് നീ അന്ന് പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാ എന്റെ ബോധം പോയി എന്റെ ബോധം വരെ കണ്ടിട്ട് വെള്ളമൊക്കെ അടിച്ചല്ലോ.
കുറച്ച് ചെവിട്ടിൽ പോയതിന്റെ അടിക്കാം എനിക്ക് ഭയങ്കര ചെവിടൂത്തും കടഞ്ഞു വേണം തലവേദന, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ ഒഴിച്ചിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം പോലും ബോധമില്ല. ഞാൻ നല്ലൊരു ഉറക്കായിരുന്നു. ഇവനോടൊരു പ്രമോഷൻ്റെ ആവശ്യത്തിൻ്റെ സംസാരിക്കാൻ വിട്ട് പൊന്നി വീഡിയോ എന്താ ഇങ്ങനെ വെച്ച് വിളിക്കുന്നു. ഞാനിപ്പോൾ എവിടെയാന്ന് വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് തന്നെ എനിക്ക് അത്ര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. നല്ലധികം ഉറക്കം കഴിഞ്ഞ് സാധാരണ വീട്ടിലുള്ളപ്പോൾ ഞാൻ റെസ്റ്റാണല്ലോ. ഏട്ടാ എനിക്ക് ചായ വേണം, ചായ എവിടെ ഇവിടെ അവിടെ ഏറ്റവും സുഖം ഇപ്പൊ ബെബിക്കാണ്. ഈ കസനിന്ന് ഇറക്കിട്ടോ വേറെ ഒന്നല്ലാട്ടാ. ഞാൻ നോർമലി റെസ്റ്റിൽ തന്നെ എനിക്ക് ഫുഡ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞുണ്ടാക്കിച്ച് ഞാൻ തിന്നുമായിരുന്നു. പക്ഷെ ഇവന്റെ കാര്യം വെച്ചിട്ടല്ലോ എങ്ങനെയാട്ടാ ഫുൾ റെസ്റ്റിലാണ്. എന്റെ മുന്നിൽ തന്നെ ഇങ്ങനത്തെ പക്ഷെ ഏറ്റവും രസമായ കാര്യം എന്താ എനിക്ക് ഇവിടെ എത്തി. എന്തിനാ വിളിച്ചില്ലേ? ഇനി ഒരു ഇപ്പൊ 7 ദിവസമാണ് ഡോക്ടർ പറഞ്ഞേട്ടെ ട്രീറ്റ്മെന്റ്. അപ്പൊ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഏറ്റവും കോളടിച്ച ഞാനാണ്. കാരണം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആണ്. ഒരുത്തിയുടെ വിളിച്ചാൽ എന്റെ മേത്താ, എന്റെ മേത്ത. പക്ഷെ ഇവിടെ ആകുമ്പോഴേ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എന്ത് എന്റെ നെഞ്ചത്ത് ഇരുന്നിട്ടാണ് തീർക്കണത്. നല്ല കുടിച്ചാ മതി, ആരും ഒന്നും പറയില്ല. ഓക്കെ. പിന്നെ പൊന്നു പോയപ്പോ ഉള്ള തിരിച്ചുവരവായിരുന്നില്ല പൊന്നുന്റെ. എനിക്ക് മനസ്സിലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊന്നു അവിടുന്ന് പോയി തിരിച്ചു വന്നപ്പോ അവിടെ ഒരു ഉന്മേഷം കാണും. കാരണം നമുക്ക് ഇത്ര എനിക്ക് കൈവേദന എത്ര ദിവസം അങ്ങനെ കിടന്നിട്ടാണ് എന്താന്ന് എനിക്ക് ഷോൾഡർക്ക് ഭയങ്കര വേദനയും എനിക്ക് മേലേക്ക് കൈ പൊക്കാനും പോലെ തന്നെ കാത്തന്റെ കൈമ കിടന്നിട്ട് ഉറങ്ങുക. എനിക്കത് ഞാൻ എനിക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ. ശരിക്കും പറയും അമ്മമാരെ ഇങ്ങനെ മക്കളെ കൈമുറിച്ച് ശീലിപ്പിക്കരുത്. കാരണം രാത്രി രാവിലെ കാത്തന്റെ കൈമ കിടക്കുക. അപ്പൊ എനിക്ക് കൈവേദന ഇന്നലെ എന്നെ ഇല്ലായിരുന്നു. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ പിച്ചിന്റെയും പറഞ്ഞു. എന്നിട്ട് വിളിച്ചിലും കരളെല്ലാം കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ ശരീരം ഫുള്ളും ഫ്രഷ് ആയിട്ടാ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അല്ലെങ്കിൽ എന്റെ പണ്ടത്തെ ഒരു ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ ഫീൽ ചെയ്തു. 7 ദിവസം കൂടി അടിപൊളിയായിട്ട് നല്ല കുട്ടിയായിട്ട് വരട്ടെ. ഹെൽത്തൊക്കെ ഓക്കെ ആവട്ടെ. ഓക്കെ. ടെൻഷൻ കുറെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി അടിപൊളിയാവാനാണ്. അതാണ് റൂമിൽ വന്ന നമുക്കൊരു ചികിത്സക്ക് വന്ന ഫീലൊന്നുമല്ല. ഞാൻ റൂമിന്റെ വീഡിയോ എടുത്തു ഞാൻ കാണിച്ചതാട്ടോ. അയ്യമ്മേ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ഓണറോട് ചോദിക്കണേ റൂം അടിപൊളി റൂം, ചെറിയ ആംബിയൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ട്രിപ്പ് കൊണ്ടുപോയ ഒരു ഫീല്. ഒരു മൂന്നാറൊക്കെ എറണാകുളത്തേക്കൊക്കെ ട്രിപ്പ് വന്ന റൂം എടുത്ത് സെറ്റപ്പ് അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാ. ട്രീറ്റ്മെന്റ് കാര്യം ഇപ്പൊ അവളുടെ ഒരു ഇതില് അവൾക്ക് അടിപൊളിയായിട്ട് അവളുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാ ചെയ്യണത്. ചായ പറഞ്ഞാൽ അത്ര ലവറല്ല, ചായ ലവറല്ല. പക്ഷെ കേലക്കായിട്ട് ചായ നോർമലി ഇഷ്ടമാണ്. എനിക്ക് അത്ര വലിയ ചിലർക്ക് ചായ കുടിക്കാതിരിക്കാനേ പറ്റില്ല എന്നുള്ളവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ചായ വേണം. അത് ഇഷ്ടപ്പെട്ട ചായ ഒരു ഗ്ലാസ്സിന് മെയിനിൽ കുടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റേ കൊഴുക്കട്ട അതെനിക്ക് ഇഷ്ടമായി. റാഗി കൊണ്ട് ഉള്ള കൊഴുക്കട്ട കഴിച്ചില്ല. എവിടെ ഈ ഐഡിയ ഒക്കെ നമ്മളെപ്പോഴും അരിപ്പൊടി കൊണ്ടാണ് കൊഴുക്കട്ട കാണുന്നത്. ഈ സാധനം ഉണ്ട്, ഇതെന്താ മനസ്സിലായില്ല. പിന്നെ എന്റെ മൈൻഡ് പോയി തമിഴ്നാട്ടില് ഒരു അതാ മൈൻഡില്ല. ഇപ്പൊ ഞാൻ കഴിക്കുക തുറന്നു നോക്കി. അപ്പൊ ആ ചേച്ചി സ്പൂണപ്പോ ഞാനിങ്ങനെ തുറന്നു നോക്കിട്ട് കുത്തി വെച്ചിട്ട് ഇവിടെ വെച്ചു. അടിപൊളിയായിരുന്നു. ഞാൻ ചായ ആദ്യം കുടിച്ചെടുത്തിട്ട് അത് കഴിക്കാൻ വെച്ചത്. കാരണം അത് കഴിച്ച് മധുരം അറിയില്ലല്ലോ ചായയുടെ. ഞാൻ ഫസ്റ്റ് അതാ കഴിച്ചത്. 3 എണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് എനിക്കൊന്ന് പൊന്നൂനൊന്ന് കാത്തൂന്. പക്ഷെ പൊന്നൂന് ഇനി വേണ്ടാന്ന് പറഞ്ഞ പകുതി എനിക്കില്ല എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം എനിക്ക് തോന്നുന്നത്. കാത്തൂന് പിന്നെയുള്ളു. കാത്തൂന് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്.
തന്തയ്ക്കൊന്നും കിട്ടാതെയോ നിന്റെ കഴിച്ചത് കാത്തൂല്ല എന്താ നോക്കണേ അങ്ങനെ കാത്തൂനും ഇങ്ങനത്തെ ഇഷ്ട വെറൈറ്റി. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രസവരക്ഷ മാത്രമല്ല നമുക്ക് വൺഡേ ആയാലും പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെല്ലാ സൊല്യൂഷനും അതിനുള്ള വഴി ഇവർ തരുന്നതായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ശരിക്കും ലൈഫ് ഇരുന്ന് സംസാരിച്ചു പോയപ്പോ കൊറേ കഥകൾ പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള